ഇന്ന് നമുക്ക് നല്ലൊരു ദം ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ചിക്കൻ ബിരിയാണിയാണ് വെക്കണത്, ദമ്മിട്ടിട്ട് വെക്കണത്. നല്ല ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണിയായിട്ട് ഞാൻ വീട്ടിൽ പോവും. അപ്പോൾ എല്ലാവരും കൂടി താഴെ ആങ്ങളെയും ഒക്കെ കൂടി വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒന്ന് കൂടും. അപ്പോൾ വല്യമ്മയും ഒക്കെ വരും. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ അമ്മ വെറൈറ്റി ബിരിയാണികൾ ഉണ്ടാക്കും. നല്ല ടേസ്റ്റായിട്ട് അമ്മയുടെ ബിരിയാണിയൊക്കെ. അപ്പോൾ നമുക്ക് ബിരിയാണി അമ്മ വെക്കണ ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാൽ, പിന്നെ അമ്മമാർ വെക്കണ ബിരിയാണി എന്ന് പറഞ്ഞാൽ മക്കൾക്ക് എപ്പോഴും ഒരു സ്പെഷ്യലാണല്ലോ. നല്ല ടേസ്റ്റുമാണ് അമ്മയുടെ ബിരിയാണി. ഞങ്ങളെപ്പോൾ ചെന്നാലും അമ്മോട് ആദ്യം പറയും ബിരിയാണി വെക്കണമെന്നാണ് പറയുക. അതപ്പോൾ എൻ്റെ മക്കളായാലും ശരി, ആരായാലും വരുമ്പോൾ പറയാം അമ്മ ബിരിയാണി വെക്കിയിട്ടാന്ന് പറയും. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നെയ്യാണ് കേട്ടോ അധികം ഒഴിക്കണം. നെയ്യും കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യും നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള കേട്ടോ, ഒരു സവാള. അമ്മ ഇവിടെ 1.5 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കിലോൻ്റെ റെസിപ്പിയാണ് പറയണത് കേട്ടോ. 1.5 കിലോ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കണക്കാണ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. പിന്നെ പട്ട ഒരു മീഡിയം ഒരു പീസുള്ള ഒരു പട്ട 3-4 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കരയാമ്പൂ ഒരു 4-5 കേട്ടോ കരയാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കിയ മസാലയൊക്കെ ഒന്ന് മറ്റേ മൂത്ത മണം വരും. സവാള ഒന്ന് എന്താ പറയുക, സവാള അധികം ആവണ്ട കേട്ടോ. പിന്നെ തക്കോല ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പൂ പോലത്തെ ഇതുണ്ടല്ലോ, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അതിന് ശേഷം കുറച്ച് നമ്മുടെ സാധാ ജീരകം ഉണ്ടല്ലോ, സജീരകം ഒന്നല്ല, നമ്മുടെ സാധാ ജീരകം, ചെറിയ ജീരകം, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ 3 കൂടി നന്നായി ഒന്ന് ചതച്ചതാണ്. പച്ചമുളക് 1 മതി. ഒരു മീഡിയം സൈസ് ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളി മതി കേട്ടോ. ഭയങ്കരമായിട്ട് ഇതിൻ്റെ ഒന്ന് കുത്തു പാടില്ല, അന്നൊരു ചെറിയൊരു മണവും വേണം. അതാണ് ടേസ്റ്റ് ഇതിന്. എന്നിട്ട് സവാളയൊക്കെ ഒന്ന് നന്നായി ഒന്ന് മൂത്ത് ഇങ്ങനെ മൊരിയണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ അമ്മ ഈ അരി കഴുകി, ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്, നന്നായി കഴുകി ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് അമ്മ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ 1.5 ഗ്ലാസ് അരി വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വെള്ളത്തിൽ ഇത്തിരി മുന്നിട്ട് നിൽക്കണം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പുറത്തെ ഗ്യാസിൽ അമ്മ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തിരി നെയ്യും പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണ ഓയിൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. ഒരു ഇത്തിരി നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അമ്മയുടെ ഒരു കൈപ്പുണ്യങ്ങളോ ഓരോ ടിപ്പുകളൊക്കെ ഉണ്ട് അമ്മ ആഡ് ചെയ്യുക അതിൽ. പിന്നെ ക്യാരറ്റ് വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളത് മസാലയൊക്കെ ഇട്ടുമ്പോൾ ആ ഓയിൽ നെയ്യിലൊന്ന് വറുത്തിടാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യുക കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വരുന്നുണ്ട് കേട്ടോ. നാത്തുമാരൊക്കെ അപ്പുറത്ത് നിന്നിട്ട് ഓരോ സഹായങ്ങൾ അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരാളാണ്, അങ്ങനെ കട്ട് ചെയ്യണത് മൂത്ത ആളാണ്. എനിക്ക് 2 നാത്തുമാരുണ്ട്, 2 ആങ്ങളമാരാണ്. അപ്പോൾ ഒരാൾ ഇന്ന് കട്ട് ചെയ്യുമ്പോൾ ഒരാൾ ഇവിടെ ഇങ്ങനെ ഫ്രൈ ചെയ്യാനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏകദേശം ഒന്ന് ഫ്രൈ ആയിപ്പോൾ അത് അമ്മ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുപ്പിലാണ് ഇപ്പോൾ കോഴി ഇങ്ങനെ ചിക്കൻ വെക്കണത്, അടുപ്പിലാണ് വെക്കണത് കൂടുതലുള്ള കാരണേ. അപ്പോൾ വറക്കണത് ഗ്യാസുമ്മ ചെയ്തിട്ട് ഇതൊക്കെ മസാല ഉണ്ടാക്കണതൊക്കെ അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇവിടെ വെള്ളം നമ്മുടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി വെട്ടി തിളയ്ക്കണം. പിന്നെ ഉപ്പ് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അമ്മ എടുത്തിട്ടൊന്ന് വാല വെച്ചു കേട്ടോ. എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഇളക്കണം. പിന്നെ തീ ഇപ്പോൾ ഫുള്ളിൽ തന്നെ വെക്കുക. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തീ സിമ്മാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കരുത്, അപ്പോൾ നമ്മൾ അരി ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തിളച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ വെക്കണത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അവർ സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്.
പിന്നെ നമ്മുടെ ചോറ് ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്. മുഴുവനായിട്ട് വെന്ത് വന്നിട്ടില്ല. അപ്പുറത്തെ സ്റ്റൗമ്മേ ഗ്യാസുമ്മേ ചിക്കൻ വറുക്കാനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ആയിട്ടില്ല, പകുതി മുക്കാൽ വേവായിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ചെയ്താൽ വെള്ളം വറ്റണ വരെ ഒന്ന് സിമ്മിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ദമ്മിടണ കാരണം ഒരു പൊടി വേവ് കുറച്ചിട്ടാണ് എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോവും ദമ്പും കൂടി ഇട്ട് വരുമ്പോൾ. അപ്പോൾ തീ സിമ്മിൽ തന്നെ ഇടുക, അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിയും. ഇപ്പം നമ്മുടെ ചിക്കൻ കറി അതിൻ്റെ ഇതിൽ നിന്ന് പകുതി ദമ്മിലേക്ക് എടുത്തു. പിന്നെ അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കും. അതിന് ശേഷം റൈസ് വീണ്ടും ഇടുക. അങ്ങനെ ലെയർ 3-4 ലെയർ ആക്കുന്നുണ്ട് കേട്ടോ അമ്മ. നല്ല രസം അമ്മയുടെ ചിക്കൻ ബിരിയാണി. അത് എന്തോരം പറഞ്ഞാലും മതിയാവില്ല അമ്മമാർ വെക്കണ കാര്യങ്ങൾ. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ അടുത്ത ലെയർ വീണ്ടും കുറച്ചും കൂടി റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലെയറായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ ലെയർ കുറച്ചും കൂടി ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ്റെ ഇതും കൂടി ഞാനിതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത്താവും. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ കറിയുടെ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിക്കൻ കറി വെക്കണത്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതേപോലെ തന്നെയാണ് അമ്മ വെക്കണ പോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ള ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. ഭയങ്കര ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ ചിക്കൻ കറി വെക്കണതും കൂടി കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ലെയർ റൈസും കൂടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ എല്ലാ ഭാഗത്താവണ വിധത്തിൽ ഇങ്ങനെ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മുടെ മല്ലിയിലും പുതിനയിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ എന്താ പറയുക സവാള ഉണ്ടല്ലോ അത് ആഡ് ചെയ്യുക. പിന്നെ ഇതിൽ നട്ട്സ് അമ്മ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്യിലാണ് അത് വറുത്തത്, നെയ്യിലാണ് കേട്ടോ. പിന്നെ ആ നെയ്യോട് കൂടി തന്നെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി നെയ്യ് അമ്മ അങ്ങനെ അവിടെ ഇവിടേക്ക് ആയിട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഒന്ന് ദമ്മിട്ട് വരുമ്പോൾ നല്ല മണമാണ്. അങ്ങനെ ഇട്ട് കൊടുത്താൽ അത് നെയ്യോട് കൂടിയിട്ട് തന്നെയാണ് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. കണ്ട, ഇനി നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. അമ്മ അപ്പോൾ അത് ചെയ്യണത് ദമ്മിടണത് അമ്മയുടെ അടുത്ത് ഓവനുള്ള കാരണം അമ്മ ഓവനിലേക്ക് വെക്കുകയാണ് ചെയ്യാറ്. പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഓവനിൽ വെക്കുകയാണ് ചെയ്യുക. പിന്നെ അടച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ദോശക്കല്ലുണ്ടാവില്ല നമ്മുടെ ഇരുമ്പിൻ്റെ, അത് വെക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ദമ്മിട്ടിട്ടുള്ള പാത്രം വയ്ക്കുക. എന്നിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ നല്ല ഒരു വെയിറ്റ് ഉള്ളത്, എയറൊന്നും പുറത്തേക്ക് പോകാത്ത വിധത്തിൽ വെക്കുക. ഇപ്പം നമ്മുടെ ബിരിയാണിയൊക്കെ അമ്മ എടുത്തിട്ടുണ്ട്. അപ്പം അത് എടുക്കണം. അങ്ങളുടെ മക്കൾക്ക് ക്ഷമയില്ലാണ്ട് വേഗം എടുക്കാം മാമ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മ വേഗം എടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാട്ടോ. ഈ പറഞ്ഞ പോലെ ദമ്മിടുമ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ മതി. അപ്പോഴേക്കും ദക്ഷക്കുട്ടിക്ക് റൈസ് വേണ്ട മാമ, ചിക്കൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരു പീസ് എടുത്ത് കൊടുത്തതാണ്. അപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ രണ്ടാളുടെ ഡാൻസൊക്കെയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ.